സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കളക്ടർമാരുടെ യോഗം വിളിച്ചു. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ BLO-മാർ ആക്കില്ലെന്ന് യോഗത്തിൽ തീരുമാനമായി. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഒന്ന് SIR സംബന്ധിച്ചുള്ള ഡ്യൂട്ടികൾ, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ, ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ചു കിടക്കുകയാണ്. ഡബിൾ ഡ്യൂട്ടിയാണ്. ഇതിപ്പോൾ ഒരു തീരുമാനമായോ? റോഷ്നി, അതിലൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ജില്ലാ കളക്ടർമാരുടെ ഒരു യോഗം വിളിച്ചത്. ആ യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായ രത്തൻ യു ഖേൽക്കറെ കൂടി പങ്കെടുപ്പിച്ചിരുന്നു. അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നത് കൊണ്ട് ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയിലുള്ള ഒരു 40% ഉദ്യോഗസ്ഥർ SIR ഡ്യൂട്ടിയിലെ BLO-മാരായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത, രണ്ടും തമ്മിലൊരു ക്ലാഷായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത് BLO-മാർ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ആളുകൾ നിലവിൽ BLO-മാരായിട്ടുണ്ടെങ്കിൽ അവരെ BLO-മാർ സ്ഥാനത്ത് നിന്ന് മാറ്റും. പകരം മറ്റു ഉദ്യോഗസ്ഥരെ ആയിരിക്കും അവിടെ വെക്കുക. ഇതിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻഗണന നൽകണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആ യോഗത്തിൽ തന്നെ ജില്ലാ കളക്ടർമാരോട് പറയുകയും ചെയ്തു. ജില്ലാ കളക്ടർമാർ പറഞ്ഞത് ചില BLO-മാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയിലുള്ള ആളുകളായതുകൊണ്ട് അവരെ മാറ്റി മറ്റുദ്യോഗസ്ഥരെ വെക്കാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രവർത്തനങ്ങളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്താൻ പറ്റുമെന്നാണ് 14 ജില്ലാ കളക്ടർമാരും യോഗത്തിൽ അവരുടെ ആശയമായി പങ്കുവച്ചത്. പക്ഷേ ഏതാണ്ട് 40% BLO-മാരെ നേരത്തെ നിശ്ചയിച്ച അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതെന്നൊക്കെ പരിശീലനം കിട്ടിയ 40% BLO-മാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റേണ്ടി വരും. അവർക്ക് പകരം പുതിയ ഉദ്യോഗസ്ഥരെ അവിടെ വെക്കാനാണ് ഇന്നുണ്ടായ യോഗത്തിൽ ധാരണ. ഒരു ധാരണ യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നു. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.